ഹായ്. ഖബറിലെ മയ്യത്തും മൈലാഞ്ചി പെണ്ണും തമ്മിലുള്ള ചെറിയൊരു സാങ്കല്പിക സംഭാഷണം കേൾക്കാം. തുടക്കത്തിലെ സൂചിപ്പിക്കുന്നു, ഇതിൽ പ്രതിപാദിക്കുന്ന മൈലാഞ്ചി പെണ്ണ് അഥവാ കല്യാണ പെണ്ണ് വിവാഹം കഴിഞ്ഞ എല്ലാ സ്ത്രീകളുടെയും സിറ്റുവേഷൻസ് ഇത്തരത്തിൽ ആയിക്കൊള്ളണമെന്നില്ല. എന്നിരുന്നാലും ഈ അടുത്തിടെ വന്ന ചില വാർത്തകൾ നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. സംഭാഷണത്തിലേക്ക്. ഇന്നെൻ്റെ കല്യാണം നടന്ന ദിവസമാണ്, കല്യാണ പെണ്ണ് പറഞ്ഞു. ഇന്നെൻ്റെ ഓർമ്മ ദിവസമാണ്, മയ്യത്ത് മറുപടി പറഞ്ഞു. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ദിവസമാണ് എൻ്റെ കല്യാണ ദിവസം. ഒരിക്കലും മറക്കാത്തൊരു ദിവസം എനിക്കുണ്ട്, ഞാൻ മരിച്ച ദിവസം. അന്ന് എനിക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ വീട്ടിൽ കല്യാണപ്പന്തൽ ഒരുങ്ങിയത്. ആരൊക്കെയോ ചേർന്ന് എൻ്റെ വീട്ടിൽ വന്ന് ധാർപ്പായ വലിച്ചു കെട്ടിയത് എനിക്ക് വേണ്ടിയാണെന്ന് മയ്യത്തും. അന്ന് എന്നെ കാണാൻ വേണ്ടിയാണ് കൂട്ടുകാരും കുടുംബക്കാരെല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വന്നത്. കല്യാണപ്പെണ്ണിന് വാശി കൂടി. ഇത് കേട്ട മയ്യത്ത് വിട്ടുകൊടുത്തില്ല. എന്നെയും അതെ. എന്നെ ഒരു നോക്ക് കാണാൻ അറിയുന്നവരും അറിയാത്തവരും കൂട്ടുകുടുംബക്കാരൊക്കെ ഓടിക്കിതച്ച് എത്ര പേരാണെന്നോ വന്നത്. അന്ന് ഞാൻ ഏറെ സുന്ദരിയായിരുന്നു. എന്നെ അണിയിച്ചൊരുക്കി സുന്ദരിയാക്കാനും ഒരുപാട് പേര് വന്നിരുന്നു. കൂട്ടുകാരികളും അതുപോലെ കുടുംബക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്ന്. ഇത് കേട്ട മയ്യത്ത് പറഞ്ഞു, എന്നെയും ആരൊക്കെയോ ചേർന്നാണ് കുളിപ്പിച്ചൊരുക്കിയത്. അവരാണ് എന്നെ ഏറ്റവും വൃത്തിയുള്ളവരാക്കിയത്. ഏറ്റവും സുന്ദരമായ പുതിയ വസ്ത്രത്തിലാണ് അവരെന്നെ അണിയിച്ചൊരുക്കിയത്. വിലപിടിപ്പുള്ള കാണാൻ നല്ല മനോഹരമായ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടാണ് അതിലാണെന്നെ അവരൊരുക്കിയത്. ഇത് കേട്ടപ്പോൾ മയ്യത്ത് പറഞ്ഞു, എനിക്കും അതെ. ഞാൻ അതുവരെ ഇട്ട വസ്ത്രങ്ങളൊന്നുമല്ല, പുതിയ വെള്ള തുണിയിലാണ് അവരെന്നെ പൊതിഞ്ഞു കെട്ടിയത്. അതിൽ നല്ല സുഗന്ധം പൂശിയിരുന്നു. ഇറങ്ങാറായില്ലേ? ഞാൻ ഇറങ്ങിക്കാണാനിട്ട് പുറത്തുനിന്ന് ആരൊക്കെയോ ബഹളം വെച്ചിരുന്നു, കുടുംബക്കാരൊക്കെ. എന്നാ വേഗം എടുക്കാല്ലേ? ഇറങ്ങാൻ നേരം പുറത്തുനിന്ന് ആരൊക്കെയോ വിളിച്ച് പറയുന്നത് ഞാനും കേട്ടിരുന്നുവെന്ന് മയ്യത്ത്. ഇറങ്ങാൻ നേരം ഉമ്മയും ഉപ്പയും അനിയന്മാരും കുടുംബക്കാരൊക്കെ എന്നെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞിരുന്നു. ഞാൻ ആ വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോവുമല്ലേ, മറ്റൊരുവൻ്റെ പെണ്ണായിട്ട് ഞാൻ മാറല്ലേ, അവരുടെ കൂടെ ഇനി വല്ലപ്പോഴൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ എന്നോർത്തുകൊണ്ടായിരിക്കും അവർ കരഞ്ഞത്. അപ്പോൾ മയ്യത്ത് പറഞ്ഞു, എൻ്റെയും അതെ. വീട് വിട്ടിറങ്ങിയപ്പോൾ ഉമ്മയുടെയും ബന്ധുക്കളുടെയും ആർപ്പ് വിളി എനിക്കങ്ങ് ദൂരെ നിന്നും കേൾക്കാമായിരുന്നു. അത്രയും കാലം ഞാൻ അവരോടൊപ്പം ജീവിച്ചു. ഇനി ഞാൻ ആറടി മണ്ണോട് ചേരാൻ പോവല്ലേ, അതുകൊണ്ടായിരിക്കും. മയ്യത്തെന്നിട്ട് അവിടെ നിന്ന് തുടർന്നു, നിനക്കറിയോ, മരിച്ചതറിഞ്ഞ് വീട്ടിലേക്ക് വന്നവരെല്ലാവരും എൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് പള്ളിയിലേക്ക് കൂടെ വന്നിട്ടൊന്നുമില്ല. വന്നവർ തന്നെ എൻ്റെ മേലുള്ള നിസ്കാരം കഴിഞ്ഞ് വേഗം പോയി. എല്ലാവർക്കും തിരക്കല്ലേ. എനിക്ക് കുഴിച്ച ഖബറിലേക്ക് പോകുമ്പോൾ ആളുകൾ പിന്നെയും കുറഞ്ഞു. പിന്നെ അടക്കം ചെയ്യാൻ അടുത്ത ബന്ധുക്കൾ മാത്രം. അടക്കം കഴിഞ്ഞപ്പോൾ അവരും തിരിച്ചു പോന്നു. അടക്കം ചെയ്തിട്ടും എന്നെ വിട്ടുപോരാത്ത ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അത്രമേൽ പ്രിയപ്പെട്ട അടുത്തിടപഴകിയ ചിലർ മാത്രം അതിലൊതുങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവരും എന്നെ വിട്ടുപോന്നു. പിന്നെ വരവ് ആഴ്ചയിൽ വെള്ളിയാഴ്ചകളിൽ മാത്രമായി. പിന്നെ മാസത്തിലായി. കാലം ഒരുപാട് കടന്നു പോയപ്പോൾ എന്നെ കാണാൻ വരുന്നത് 2 പെരുന്നാൾ ദിവസത്തിൽ മാത്രമായി ഒതുങ്ങി. ഇപ്പോൾ ആ വരവ് നിലച്ചു. അതും വരാതെയായി. പ്രാർത്ഥിക്കാനോ സുഖവിവരങ്ങൾ അന്വേഷിക്കാനോ ആരും കടന്നു വരാനില്ലാത്ത എൻ്റെ സങ്കടങ്ങൾ ഈ 6 അടി മണ്ണിൽ തന്നെ ഞാൻ കുഴിച്ചു മൂടി. ഇത് കേട്ടപ്പോൾ കല്യാണപ്പെണ്ണ് നിന്ന് പറഞ്ഞു, എങ്കിൽ എനിക്കുണ്ട് പറയാൻ. സങ്കടത്തോടെ അവളും തുടർന്നു. എൻ്റെ കല്യാണത്തിന് വന്ന എല്ലാവരൊന്നും എന്നെ കൊണ്ടുവിടാനും കൂടെ വന്നിട്ടില്ല. വന്നവർ തന്നെ എന്നെ സമാധാനപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചിട്ടുമില്ല. അവർക്ക് ഭക്ഷണം കഴിക്കണം, എന്നെ ഒന്ന് കാണണം, പോവണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കൂടെ വന്നവരിൽ എന്നെ സമാധാനപ്പെടുത്തുന്നവരുടെ എണ്ണം പിന്നെയും കുറഞ്ഞു. അതിലും കുറഞ്ഞ പേര് മാത്രമേ കല്യാണപ്പെണ്ണിനോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോയിട്ടുള്ളൂ. അത്രയും പ്രിയപ്പെട്ട ചിലർ മാത്രം എന്നെ കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരും എന്നെ വിട്ടു പോന്നു. പിന്നെ ആരെയും കണ്ടില്ല. ഇടയ്ക്കിടെ ഇറങ്ങിപ്പോന്ന വീട്ടിൽ നിന്ന് സുഖവിവരം ചോദിച്ച് കോള് വന്നിരുന്നു. അത് പിന്നെ ഓരോ മാസങ്ങൾ കൂടുമ്പോഴായി. ഈ കല്യാണപ്പെണ്ണിൻ്റെ വിഷമങ്ങൾ കേൾക്കാനും സുഖവിവരങ്ങൾ അന്വേഷിക്കാനൊന്നും ആരും വരാതെയായി. എല്ലാം സഹിച്ചും ത്യജിച്ചും അവളുടെ 4 ചുവരുള്ള ഖബറിൻ്റെ മാത്രമായി ഒതുങ്ങി. എല്ലാം കഴിഞ്ഞപ്പോൾ കല്യാണപ്പെണ്ണ് മയ്യത്തിനോട് ചോദിച്ചു, ഖബറിൽ ജീവനില്ലാത്ത മയ്യത്തും അന്യവീട്ടിലെ ജീവനുള്ള കല്യാണപ്പെണ്ണും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഇത് കേട്ട മയ്യത്ത് അവിടുന്ന് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, മരിച്ച എനിക്ക് ശ്വാസവുമില്ല, സ്വന്തക്കാരുമില്ല. പക്ഷേ ശ്വാസവും സ്വന്തക്കാരുമെല്ലാം ഉണ്ടായിട്ടും മരിച്ചവരെ പോലെ കഴിയേണ്ടി വരുന്നവരുടെ പേരാണ് ചിലയിടങ്ങളിൽ മെൻഷൻ ചെയ്യുന്നു. ചിലയിടങ്ങളിൽ കല്യാണപ്പെണ്ണ്, മൈലാഞ്ചിപ്പെണ്ണ്, ആരും അന്വേഷിച്ചു വരാനില്ലാത്ത ജീവനുള്ള മയ്യത്ത്.
ഇത് ചിലയിടങ്ങളിൽ മാത്രമാണ് എന്ന് വീണ്ടും വീണ്ടും മെൻഷൻ ചെയ്യുന്നു. വളരെയേറെ ചിന്തിക്കാനുള്ള നല്ലൊരു സ്റ്റോറി അതല്ലെങ്കിൽ സംഭാഷണമായി തോന്നിയത് കൊണ്ട് മാത്രം ഒരാശയം നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നു. വിവാഹം കഴിഞ്ഞ സ്ത്രീകളെ പരിഗണിക്കണം. അവരോടൊപ്പം സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ അംഗങ്ങൾ തയ്യാറാവണം. മരിച്ചാറടി മണ്ണോട് ചേർന്ന മനുഷ്യരെ പ്രാർത്ഥന കൊണ്ട് നമ്മൾ ഇടയ്ക്കിടെ സന്ദർശിക്കണം, ഓർമ്മകളിൽ ചേർത്ത് വെക്കണം. വീക്ഷിച്ചതിന് കേട്ടതിന് നന്ദി.